സംസ്ഥാന സർക്കാരിന്റെ ആഗോള അയ്യപ്പ ഭക്ത സംഗമം ഹിന്ദു വിരുദ്ധതയുടെ സംഗമ ഭൂമിയാകുന്നു. പരിപാടിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ് മുഖ്യാതിഥി. ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്നതിലും ഹിന്ദു വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്നതിലും സ്റ്റാലിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സനാതന ധർമ്മത്തെ ഇല്ലാതാക്കണമെന്ന ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവനയും വിവാദമായ സാഹചര്യമുണ്ട്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, എങ്ങനെയാണ് ഇത്തരത്തിൽ സനാതന ധർമ്മത്തിനെതിരെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ സനാതന ധർമ്മത്തെ ഇവിടെ നിന്ന് ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ആ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന എം.കെ. സ്റ്റാലിനെ പോലെയുള്ള ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഭക്തരുടെ ഒരു സംഗമ വേദിയിലേക്ക് മുഖ്യാതിഥിയായി കൊണ്ടുവരുന്നത്? ദേവിക, സെപ്റ്റംബർ 20-നാണ് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പമ്പാ തീരത്ത് ഈ രീതിയിൽ ആഗോള അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത്. ഇതിൽ വലിയ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിന് തന്നെ നേരിട്ട് ഉയർന്നിരുന്നു. കാരണം ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ സംസ്ഥാന സർക്കാർ തന്നെ അയ്യപ്പ ഭക്തരുടെ സംഗമം വിളിച്ചു ചേർക്കുന്നത്, അവരെക്കെതിരെ വ്യാജ കേസുകൾ എടുത്ത, അവരെ തുടർച്ചയായി ഉപദ്രവിച്ച, അത് അവിടുത്തെ യുവതീ പ്രവേശന നീക്കത്തിനെ തടഞ്ഞ ആളുകളെയൊക്കെ വലിയ രീതിയിൽ കേസുകളൊക്കെ എടുത്ത അതേ സംസ്ഥാന സർക്കാർ തന്നെ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് വിരോധാഭാസമാണെന്നാണ് ഹിന്ദു സംഘടനകളടക്കം വലിയ രീതിയിൽ വിമർശനം ഉയർത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അതേ സർക്കാർ തന്നെ ഹിന്ദു വിരുദ്ധതയുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിനിധിയായിട്ടുള്ള എം.കെ. സ്റ്റാലിനെ തന്നെ, തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനെ തന്നെ അയ്യപ്പ ഭക്ത സംഗമത്തിലേക്ക് ക്ഷണിക്കുന്നത്. DMKയുടെ എല്ലാ കാലത്തെയും നിലപാടുകൾ അത് ഹിന്ദു വിരുദ്ധമാണ് എന്നുള്ളത് പൊതുസമൂഹത്തിൽ കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. സനാതന ധർമ്മത്തിനെതിരെ തുടർച്ചയായി നിലപാടുകൾ സ്വീകരിക്കുകയും ശ്രീരാമ വിശ്വാസത്തെ അടക്കം വലിയ രീതിയിൽ അവഹേളിക്കുകയും ചെയ്ത നിരവധി നേതാക്കൾ DMKയ്ക്കുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും അത്തരം കാര്യങ്ങളിൽ ഒരു അപവാദമല്ല. അദ്ദേഹവും സനാതന ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള നിരവധി നിലപാടുകൾ സ്വീകരിച്ചയാളാണ്. അതോടൊപ്പം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ, തമിഴ്നാട് മന്ത്രിസഭയിൽ അംഗവുമായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തെ ഇല്ലാതാക്കണമെന്നും സനാതന ധർമ്മം വളരെ മോശമാണെന്നുള്ള രീതിയിലൊക്കെയുള്ള വലിയ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത്. ആ ഉദയനിധി സ്റ്റാലിനെതിരെ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ കേസുകളുമുണ്ട്. സുപ്രീം കോടതിയിൽ വരെ എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ഹിന്ദു വിരുദ്ധതയുടെ ഏറ്റവും വലിയ മകുടോദാഹരണങ്ങളായ ഒരു പാർട്ടി, ആ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന അവിടുത്തെ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള എം.കെ. സ്റ്റാലിനെ അയ്യപ്പ ഭക്ത സംഗമത്തിലെ മുഖ്യാതിഥിയെ ക്ഷണിച്ചതോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ ഹിന്ദു വിരുദ്ധതയാണ് പ്രകടമായി രംഗത്ത് വരുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഹിന്ദു സംഘടനകൾ ആവർത്തിച്ചു പറയുന്നത്. ഇതിനെതിരെ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങണം എന്നുള്ള അഭിപ്രായം പോലും പല ഹിന്ദു സംഘടനകൾക്കിടയിൽ ഇപ്പോൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം തുടർച്ചയായി അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീക്കം ഒരു വശത്ത് നടത്തുകയും അതേസമയം തന്നെ അതിൽ ഇത്തരം അജണ്ടകൾ, പ്രത്യേകിച്ച് ഹിന്ദു വിരുദ്ധമായ അജണ്ടകൾ പരസ്യമായി പറയുന്ന ആളുകളെ കൊണ്ടുവരികയും ചെയ്യുന്നതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് വീണ്ടും ഒരു ഹിന്ദു വിരുദ്ധതയുടെ ഒരു പ്രകടന കേന്ദ്രമായി അതിന് അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ടാകുന്നത്. നേരത്തെ നമ്മൾ കണ്ടതാണ്, സർക്കാരിൻ്റെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് പ്രഖ്യാപിച്ച ചില ആളുകളെ സഹോദരയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, ഇതൊരു പാർട്ടി പരിപാടിയൊന്നുമല്ലല്ലോ. ഇത് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ പങ്കെടുക്കുന്നത് വിശ്വാസികളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ.